ഇന്ന് രാവിലെ തന്നെ സൈറ്റിൽ വന്നേ. ഇന്നലെ ഇത് ചെയ്തിട്ട് തീർന്നില്ലായിരുന്നല്ലോ, അതിൻ്റെ ബാക്കി ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഈ കാണുന്ന പ്രദേശം മൊത്തം ഇന്ന് കിളച്ചൊതുക്കാനുള്ള കേട്ടോ. ഇന്നലെ കുറച്ച് ഭാഗം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ചെയ്ത ഭാഗം ഞാൻ കാണിച്ചു തരാം. ഈ കണ്ടത്തിൻ്റെ സൈഡ് കുറച്ച് ഭാഗമൊക്കെ ഇന്നലെ കിളച്ച് തീർത്തായിരുന്നു കണ്ടോ. ഇതൊക്കെയാണ് ഇന്നലെ ചെയ്തത്. രാവിലെ ഇവിടുത്തെ പണി തുടങ്ങുവാണ്. ഇന്നലെ വന്നിട്ട് ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് ഇവിടെ വന്നേ. ഇവിടെ വന്ന് തീർന്നില്ല ഇന്നലെ. ഇപ്പം രാവിലെ 7:30 വന്ന് തുറന്നു തീർക്കാൻ നേരത്തെ. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പണിക്ക് വന്നതിന് അന്നേരം കിട്ടിയ വർക്കാണ്. 2 മണിക്കൂർ പണികൾ നമ്മൾ വിളിച്ചാ. ഒരു ദിവസം ഇന്നലെ തന്നെ 2 മണിക്കൂർ കൊടുക്കും. ഇനിയിപ്പം നേരത്തെ തീരും. പിന്നെ സംഭവിച്ചു, ഇവിടെ നേരത്തെ ഒരു വീടുണ്ടായിരുന്നു. അതിന്റെ അവശിഷ്ടമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ ചാൻസ് ഉണ്ട്. രാവിലെ തന്നെ നമ്മുടെ ആശാന്മാർ വന്നിട്ടുണ്ട് കേട്ടോ. എവിടുന്ന് വരുന്നില്ല, വണ്ടിയുടെ വെച്ച മഞ്ഞക്കളർ കാണുമ്പോ ഇനി പോരുവാ. ഇന്നലെ വൈകുന്നേരം ആയപ്പോ എല്ലാവരും കൂട്ടത്തോടെ വന്നത്. JCB ഇവിടെ വെച്ച കേട്ടോ, അതിന് പ്രത്യേകം അറിയാതെ അന്നേരം തന്നെ ഇവിടെ വരും. ഇതിപ്പോ വർഷങ്ങളായിട്ട് ഒന്നും ചെയ്യാതെ കിടക്കുന്നോണ്ട് നല്ല തറവാ, തറഞ്ഞ കിടക്കാ, തറഞ്ഞ്. അതുപോലെ നല്ല പൊടിയാട്ടോ. ഗ്ലാസ് ഇപ്പൊ ചിലപ്പോ ഗ്ലാസ്സൊക്കെ ഒന്ന് കഴുകിയതാ രാവിലെ. ഇപ്പൊ തന്നെ മൂടിപ്പോവും, വെള്ളമയം ഉള്ളതുകൊണ്ട്. ഇതിന്റെ ഫുൾ വീഡിയോ, ഓരോ വീഡിയോ ഷോർട്ട് വീഡിയോ ഇടുമ്പം ഫുൾ വീഡിയോ എടുക്കാമെന്നൊക്കെ ഓരോരുത്തർ ചോദിച്ച് കമന്റ് ഇടുന്നുണ്ടോ. എന്താണെന്ന് വെച്ചാൽ എല്ലാ സൈറ്റിലും പോയി നമ്മളിപ്പോൾ വീഡിയോ ഒന്നും എടുക്കാറുണ്ട്. പിന്നെ ആഴം തിരക്കില്ലാത്ത സൈറ്റൊക്കെ ആണെങ്കിൽ ഞാനിപ്പോൾ വീഡിയോ എടുക്കത്തുള്ളൂ. പിന്നെ ആൾക്കാർ ഉണ്ട്, അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് ലാസ്റ്റ്. പിന്നെ വെച്ചാൽ ലോങ് വീഡിയോ ഇപ്പൊ എടുത്തൊരാളെ സമയമില്ല കേട്ടോ. നമ്മൾ പണി കഴിഞ്ഞ് വൈകിട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നാതെ സമയം തീരെ കുറവാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ലോങ് വീഡിയോ ഒന്നും ഇടാത്തത്. ഷോർട്ട് ഇടാനാണെങ്കിൽ പിന്നെ എളുപ്പമുണ്ട്. ലോങ് വീഡിയോ എടുക്കണ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മള് കറക്റ്റായിട്ട് എടുത്തോണ്ടിരിക്കണം. ഇടയ്ക്കൊരു ഒത്തിരി ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇത് ഫ്ലോ പോകുമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പൊ ഗ്ലാസ് മൊത്തം വാങ്ങും, പൊടിയടിച്ച് മൊത്തം കംപ്ലീറ്റ് പോകും. ഒന്നും കാണാൻ പറ്റത്തില്ല. അതാവും ഇപ്പൊ തന്നെ കാണാൻ പറ്റത്തില്ല. അവിടെ ഇവിടെ എല്ലാം വീടിന്റെ വേസ്റ്റ് കിടക്കുവാണ്. ഇത് കാരണം നമുക്കത് മൊത്തം കിളച്ച് കൂട്ടാൻ പറ്റത്തില്ല. ഇതെല്ലാം വാരിക്കളയണം. വീടിന്റെ വേസ്റ്റ്, കട്ട, മണാണ, സാധനം എല്ലാം ഉണ്ട്. ഇത് മൊത്തം മാറ്റണം. ഒന്ന് കിളച്ചിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ കിടന്നു. അവിടെ ഇവിടെ എല്ലാം കുഴിയായിട്ട് കിടക്കുക. വാഴക്കുഴി അതും ഇതൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ കറക്റ്റായിട്ട് കിളച്ച് പോകാൻ പറ്റും. ഇപ്പൊ മഴയൊന്നും പെയ്യാത്തോണ്ട് ഇത് സംഭവം ഭയങ്കര കടയാട്ടോ. ഇളക്കുന്ന ഇങ്ങനെ വലിയ കട്ട പോലെ ഇങ്ങനെ വരുന്നത്. എല്ലാം ഇനി പൊടിച്ചു കൊടുക്കണം. മരം ഇപ്പൊ പോയത്. ആവശ്യമില്ലാത്ത മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. ഒന്നും കളയേണ്ടതാ പറഞ്ഞത്. ഇത് കിളയ്ക്കാൻ മാത്രമേ ചെയ്യാവുള്ളൂ. തെങ്ങിന്റെ ചോടൊന്ന് ഇളക്കി ഇട്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മാര് വന്ന് രാവിലെ തീറ്റ തുടങ്ങി. ശ്വാസം മൊത്തം പൊടി പിടിച്ചാണ്ടാണ് ഇപ്പൊ തുറന്നിട്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ട് വലിയ പൊടി പറക്കൊന്നുമില്ല, ചൂടും കുറവല്ലേ. AC ഒന്നും ഇട്ടിട്ടില്ല.
ഒരു 8-9 മണിയൊക്കെ ആകുമ്പോൾ 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വണ്ടി ഓടും. അത്ര നേരം ഓടുവാണെങ്കിൽ വണ്ടി ചൂടാകത്തും. അതുവരെ എ സിയുടെ ആവശ്യമില്ല. അതൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഈ കാണുന്ന തെങ്ങിനെല്ലാം തടം എടുക്കണമെന്നാണ് പറഞ്ഞത്. ഗൈഡ് വാങ്ങി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നോലെ ചെയ്തു നോക്കാം. ചെറിയ തെങ്ങാണ്ട് ഈ ഓലയെല്ലാം കൂടെ തട്ടുക. ബാക്കി അവർ ചെയ്തോളും. ഇന്നലെ വന്നിട്ട് എന്താണെങ്കിലും മറന്ന് തീരത്തില്ലായിരുന്നേ. ഇന്നലെ തുടങ്ങിയപ്പോ തന്നെ 4 മണിയായി. അല്ല 4 അല്ല 3:30 ആയി. 3:30 ആയി തുടങ്ങി 6 മണി വരെ പോകണം. ഇന്നലെ തീരുമെന്ന് പ്രതീക്ഷിച്ചാ വന്നത്. ഇന്നലെ തീർന്നില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ വന്നത്. ഈ ക്ലിയറിനായിട്ട് വെക്കാന്ന് ചോദിച്ചോണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. നമുക്ക് ക്ലിയറിന്റെ ഇപ്പൊ ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം ഇപ്പൊ വർക്ക് തീരെ കുറവ്. കണ്ടിന്യൂസ് വർക്കൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. വർക്ക് തീരെ കുറവാണ്. ക്ലിയറിനോടെ വെക്കാനുള്ള പണിയില്ല. അതിൽ തന്നെ ബ്രേക്കറൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ബ്രേക്കറൊക്കെ ഉണ്ട ഒരാളോട് ഉണ്ടായാൽ വലിയ കുഴപ്പമില്ല. കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, പണിയുണ്ടാവും. ഇനിയിപ്പം ക്ലിയർമാർക്ക് ചെയ്യാനുള്ള പണിയൊന്നുമില്ല. ഈ തടി മാത്രമേ ഉള്ളൂ. വണ്ടി കഴിച്ചൊക്കെ സർവീസേഷനില്ല. ഈ തടിക്ക മാത്രമേ ഉള്ളൂ ഇപ്പം വണ്ടിയുടെ ഇപ്പം മെയിൻ പണി. വണ്ടി കഴിയുന്ന ഒത്തിരി കളിയാൻ പോയി സർവീസേഷൻ കൊണ്ട് ഇപ്പൊ സർവീസ് ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പം ക്ലിയർമാരെ ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇതങ്ങ് മണ്ണങ്ങ് ഉറഞ്ഞിട്ട് കല്ല് പോലെ ആയിരിക്കും. മഴയെല്ലാം പെയ്ത് ഇളച്ചിട്ടങ്ങോട്ട് താഴുന്നില്ല. മാതിരി കട്ടയായിട്ടായി ഇളക്കുമ്പോ കേട്ടോ വലിയ പീസാട്ടാ വരുന്നത്. അതുപോലെ ഇന്നലെ വന്നപ്പോ അവിടെ വേറെ ആഴ്ച പണിയുണ്ടായിരുന്നു. കുഴിയൊക്കെ കൂടാണ്ടായിരുന്നു. കുറെ കല്ലൊക്കെ മാറ്റാണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞാട്ടോ അവിടെ തുടങ്ങി. ഇവിടുത്തെ പണി ഏകദേശം തീരാറായേ. എന്നാന്ന് വെച്ചാൽ ഭയങ്കര കട്ടയാണ്. ഈ കട്ട മൊത്തം പൊടിക്കണമെന്ന് പറഞ്ഞു. അതെങ്ങനെയായിട്ടാ പൊടിക്കുന്നത്? ഇതിലേക്ക് കിളച്ച് പൊടിക്കാൻ പറ്റുന്ന രീതിയിൽ പൊടിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 13 തീർന്നു. ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ പണിയുടെ കാണത്തുള്ളൂ. ആ സൈഡിലൊരു കാന ഏതാണ്ട് അതോടെ കഴിഞ്ഞാൽ വലിയ പണിയില്ല. ഇന്ന് കിളച്ച് പോയാൽ മതി. പണ്ട് ക്ലീനർമാരെ തന്നെ പണ്ടൊക്കെ ആയിരുന്നപ്പം ഞാനൊക്കെ ക്ലീൻ പണി എടുത്തോണ്ടിരുന്ന സമയത്ത് എന്നാ എല്ലാ ദിവസവും വണ്ടി കഴുകുമായിരുന്നു. എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം വന്ന് വണ്ടി കഴുകുക, വീതടിക്കുക, തുടയ്ക്കുക ഒക്കെ ചെയ്യുമായിരുന്നു. ഒരു വണ്ടിയിലും ക്ലീനർമാരില്ല. ഉണ്ടെങ്കിൽ തന്നെ എന്നെ ചെയ്യും, വീതടിക്കും. ചിലപ്പോൾ ഒന്ന് വണ്ടി തുടയ്ക്കുമായിരിക്കും. അധികം കൊള്ളും ചെയ്യത്തില്ല. പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഒരു ദിവസം വണ്ടി കഴിയില്ല ചെറിയായിരുന്നു. എന്നും വണ്ടി കഴിയിപ്പിക്കും, വീതടിക്കും. എന്നും വീതടിച്ച് തുടച്ച് വണ്ടി കഴുകണം. അതായിരുന്നു അന്നത്തെ പണിയൊക്കെ. ഇന്നൊക്കെ ഉള്ളവർക്ക് സുഖം. എന്നോട് കിളിയായിട്ട് നിന്നാലൊക്കെ സുഖമായിരുന്നു. എന്നാന്ന് വെച്ചാൽ നമ്മള് വണ്ടി കഴിയുന്നത് ചെയ്യുന്ന പണി ചെയ്യിപ്പിക്കും. അല്ല എന്നും വണ്ടി കഴുകാനൊന്നും പറയത്തൊന്നുമില്ല. എല്ലാ 2 ആഴ്ച വിടുമ്പോഴോ 1 ആഴ്ച വിടുമ്പോഴോ ഒക്കെ കഴുകിയാൽ കഴിയും. പിന്നെ ഗ്ലാസും വണ്ടിക്കകവും തൂക്കണം എല്ലാ ദിവസവും. അതാണ് മെയിനായിട്ട് ചെയ്യുന്നത്, വീതടിപ്പിക്കുക. അപ്പൊ പിന്നെ വീതടിയെ സ്വന്തമായിട്ട് അങ്ങ് ചെയ്യുന്നു. ഗ്ലാസ്സൊക്കെ തുടയ്ക്കും ഡെയിലി. 1-2 ദിവസങ്ങളിലൊക്കെ ഗ്ലാസും തുടയ്ക്കും.
ഗ്രീസ് ഡെയിലി അടിക്കും. ഇപ്പം ഫുൾപ്പണി ഇല്ലല്ലോ. ഇപ്പൊ ക്ലീനർമാരായിട്ട് പോയാലും വലിയ പണിയില്ല. പിന്നെ ബ്രേക്കറുള്ള വണ്ടിയിലൊക്കെയാണ് പിന്നെ ബ്രേക്കർ മാറാനും അതിന് ഗ്രീസ് അടിക്കാനൊക്കെ ഒരു സഹായമാണ്. ബക്കറ്റ് വണ്ടിയിൽ ഇപ്പം ക്ലീനർമാർ ആവശ്യമില്ല, ആർക്കും ക്ലീനർമാരില്ല. അതാണ് വേറൊരു കേസ്. കഴിഞ്ഞ ദിവസം ആ ക്ലീനർമാരെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് കുറെ പേര് ചോദിച്ചപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നേ. അതിന് കമന്റ് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്തിട്ടാണ് വന്നത്. അങ്ങനെ ഒരാൾ കമന്റ് ഇട്ടേക്കുന്നത് അയാൾ ബസ് ഓടിക്കുന്ന JCB ക്ലീനർ ആവശ്യമില്ലാന്ന്. ബസ് ഓടിക്കുന്ന 49 സീറ്റ് വണ്ടി ഒറ്റയ്ക്കാണ് കൊണ്ട് നടക്കുന്നത് പറഞ്ഞു. ബസ് ഓടിക്കുന്ന ഡ്രൈവർമാരെന്ന് പറഞ്ഞാൽ അടിപൊളി ഡ്രൈവർമാരൊക്കെയാണ്. അതൊന്നും വിഷയമില്ല, നല്ല സെറ്റപ്പൊക്കെയാണ്. വലിയ ബസ് കൊണ്ടുപോകുന്ന ഏറ്റവും റിസ്ക്കൊക്കെയാണ്. പക്ഷേ ഈ ബസ് ഓടിക്കുന്നവർക്ക് ടയർ പഞ്ചറായ ചിലപ്പം ഒന്ന് അഴിച്ച് മാറാൻ കൂടുമായിരിക്കും ക്ലീനർമാരോട് ഒറ്റയ്ക്കാണ്. അല്ലെങ്കിൽ വേറെ എന്ത് പണി വന്നാലും ഈ ബസ്സാണേലും ലോറി ആണേലും വഴിയിൽ കിടക്കത്തേ ഉള്ളൂ, തുടത്തില്ല. JCB ആണെങ്കിൽ അങ്ങനല്ല കേട്ടോ. നമുക്ക് എടുത്തോണ്ട് പോകാൻ പറ്റുന്ന പണി എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ ആ സ്പോട്ടിൽ ചെയ്തിട്ടേ കൊണ്ടുപോകും. അല്ല ആള് വരാൻ നോക്കിയിരിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. പിന്നെ എന്തിനാ ക്ലീനർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റിച്ച് തള്ളുമായിരുന്നു. ബസ് കൊണ്ട് നടക്കുന്നതല്ല JCB എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത വഴി ഉണ്ടാക്കി കയറി പോകണം. മണ്ണിന് കല്ലിന്റെ പുറത്തൂടെ ഈ ടാറിന്റെ പുറത്തുനിന്ന് നടക്കാത്ത വണ്ടിയൊക്കെ കൊണ്ട് കിടക്കാൻ റിസ്ക്. ബസിന്റെ ഒക്കെ മുകളിൽ കയറി ഇരുന്നാൽ പിന്നെ ചെറിയ വണ്ടി ഓടിക്കുന്നതിന് സുഖമാണ് ബസ്സൊക്കെ ഓടിക്കാൻ. അതിലും പാട് ചെറിയ വണ്ടി ഓടിക്കാനാണ്. കാർ ഓടിക്കാനാണ് ഏറ്റവും പാട്. ബസ്സിനൊക്കെ പറഞ്ഞാൽ അതിന്റെ മുകളിലോട്ട് കയറി ഞാൻ ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ ഫുൾ വൈഡ് ആംഗിള് ഏറിയ മൊത്തം കാണുകയും ചെയ്യാം. ഏത് വഴി കൂടെ വേണമെങ്കിലും കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്യും. പിന്നെ എല്ലാ പണിക്കും അതിൻ്റെതായ റിസ്ക് ഉണ്ട്, അതുകൂടെ മനസ്സിലാക്കണം. പിന്നെ ഒരു കേസ് എന്ന് പറഞ്ഞാല് JCB ഓടിക്കുന്ന ഒരാളോട് ബസ് ഓടിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഓടിക്കും. പക്ഷെ ബസ് ഓടിക്കുന്ന ഒരാളോട് JCB ഒന്ന് പണിയെടുത്ത് കാണിക്കാമെന്ന് ചോദിച്ചാൽ റിസ്ക്കാട്ടോ. ഏതൊരാണേലും ഏത് ഓപ്പറേറ്റർ ആണേലും ബസ് ഒന്ന് ഓടിക്കുക, റോഡിലൊന്ന് ടാറ്റ റോഡിൽ ഓടിക്കാമെന്ന് ചോദിച്ചാൽ ഓടിച്ചു കാണിക്കും. JCB ഒന്ന് അനക്കാൻ പറഞ്ഞാൽ ബസ് ഓടിക്കുന്നവരോടൊന്നും പറഞ്ഞാൽ നടപടിയുള്ള കേസല്ല കേട്ടോ. ഈ കയറ്റി ഒന്ന് വർക്ക് ചെയ്യാൻ പറഞ്ഞൊന്നും നടപടിയുള്ള കേസല്ല. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ പൊടിയും ചൂടും ചെടിയും ഓയിലും അടിച്ചാണ് നമ്മൾ പണി. ഇപ്പോഴല്ലേ AC ഒക്കെ ആയ എല്ലാ വണ്ടിയിലും. നേരത്തെ ഇതുവല്ലോ ഉണ്ടായിരുന്നു. എല്ലാ വണ്ടിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടും റിസ്കും ഒക്കെ ഉണ്ട്. നമ്മളെ ടാറ്റ റോഡിൽ കൂടെ വെറുതെ ഓടിക്കുന്നതല്ല JCB. JCB എന്ന് പറഞ്ഞാല് പറയേണ്ട ആവശ്യമില്ലല്ലോ. കുന്നാണെ കുന്ന്, മലയാണെ മല, പാറയാണെ പാറപ്പുറത്തിനെ കയറി പോവാം. അല്ല ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പോകാൻ നടക്കത്തില്ല. അങ്ങനെ ഒരു ചെറിയ വ്യത്യാസം കൂടുതലുണ്ട്. JCBക്ക് പിന്നെ ഒഴിവായി പോകാൻ കേട്ടോ ഏത് സൈറ്റിൽ നിന്നും. കേരളത്തിലത് പറയുന്നുണ്ട്. കിറ്റാച്ചിക്ക് അതും പറ്റത്തില്ല. എന്നിട്ട് അങ്ങോട്ട് താഴ്ന്നില്ല. താഴ്ന്നു കഴിഞ്ഞാൽ മണ്ണൊക്കെ ആരില്ല. ഇതൊന്നും ചെയ്യാതെ വേണം സ്ഥലമായണ്ടേ നല്ല രീതിയിൽ ഉറഞ്ഞുപോയി. ഒറ്റ മഴ പെയ്തത് കളക്കാൻ നല്ല സ്പീഡിൽ കിട്ടും. അത് കളയുകയും ചെയ്യും. അതുപോലത്തെ മണ്ണായിട്ട് വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ കുറച്ച് ചെറിയ ചെറിയ പരിപാടികളുണ്ട് കേട്ടോ. ഹൈഡ്രോളിക് ഓയിൽ മാറാൻ കിടക്കുന്നു. പിന്നെ കൺട്രോൾ വാൽവിന്റെ സീല് കുറച്ച് മാറാറുണ്ട്.
ഇതോടെ കഴിഞ്ഞാൽ വണ്ടി പണി കംപ്ലീറ്റ് തീരുവാ. ഓയില് മാറാൻ ഇപ്പൊ പോപ്പുലറാണ്. ഈ സാധനത്തിന്റെ സീലൊന്നും ഇല്ലെന്നേ. അമ്മമാരോട് വിളിച്ചു പറഞ്ഞാൽ അത് കൊണ്ടുവരുത്തിക്കത്തേ ഉള്ളൂ. പകുതി പേയ്മെന്റ് കൊടുക്കണം ഓർഡർ ചെയ്യുമ്പോ, എന്നാലേ സാധനം കൊണ്ടുവരത്തുള്ളൂ. ഇപ്പൊ കൺട്രോൾ വാലിന്റെ സീലൊക്കെ ഒറിജിനൽ മേടിച്ചെടുത്തായിരിക്കും നല്ലത്. എപ്പോഴും അഴിക്കാൻ പറ്റുമല്ലോ. അതുമല്ല ഇനി ഹൈഡ്രോളിക് ഓയിൽ മാറുന്നതിന് മുന്നേ അത് മാറിയില്ലേല് ഇതിനകത്തൊക്കെ ഒത്തിരി പൊടിയും ചെളിയൊക്കെ കാണും. ചെടിയെന്ന് പറഞ്ഞാൽ ഓയിലിന്റെ കറയും പൊടിയൊക്കെ കാണും. അതായത് ഇതോടെ മാറിയിട്ട് ഓയിൽ മാറുവാണെങ്കിൽ ക്ലിയർ ആയിട്ട് കിടന്നു. ഈ പൊടിയൊക്കെ വരാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പഴയ ഓസില്ലേ, ഈ പഞ്ചിങ് ഓസ്, പഞ്ച് ചെയ്യുന്ന ഓസും മറ്റേ റെഡിമെയ്ഡ് ഓസൊക്കെ മേടിച്ചിരുന്നോണ്ടാ കേട്ടോ കൂടുതൽ ഇതിനകത്ത് പൊടി കയറുന്നത്. ടാങ്കിനുള്ളിലും ഓസയിലും ഈ സ്കൂളൊക്കെ അഴിക്കുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ കാണും. പിന്നെ കപ്പലൊക്കെ പൊടി നിറഞ്ഞ് കിടക്കുന്നതാണ്. മെയിൻ കേസ് എന്ന് പറഞ്ഞാൽ ഈ ഓസിൻ്റെ കേട്ടോ കംപ്ലൈൻറ്റ്. ഓസിൻ്റെ അകത്തുനിന്ന് ഈ പൊടി കയറുന്ന തുരുമ്പ് പൊടി പോലത്തെ സാധനം. അതിന് ഏറ്റവും നല്ലത് ഈ പോപ്പുലറിൽ നിന്ന് ഓസ് മേടിക്കുന്ന. എന്താ വെച്ചാൽ പോപ്പുലറിൽ നിന്ന് ഓസ് മേടിച്ചാൽ എന്നാളും ഗ്യാരണ്ടി ഉണ്ട്, നിൽക്കുമെന്ന് ഉറപ്പാ. നമ്മള് വിലക്കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് ഒരു ക്വാളിറ്റി കുറവല്ലേ. വിലക്കുറവിന് കിട്ടും, പിന്നെ സൗകര്യവും സമയവും അനുസരിച്ച് സാധനം കിട്ടുമെന്നല്ലാതെ അതുകൊണ്ട് വലിയ ഗുണമില്ല. നമ്മൾ ഓറിങ് പോലും ചിലപ്പോൾ ചില ഓസൊക്കെ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു ഓസ് മേടിച്ചിട്ട് പിന്നെ ഏതാ ആ പമ്പിന്റെ ഒരു ചെറിയ ഓസ്, നിസാരം ചെറിയൊരു ഓസേ ഉള്ളൂ. ആ സാധനം മേടിച്ചിട്ട് ഓറിങ് ഇരിക്കത്തില്ലായിരുന്നു, ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ചിട്ട്. ഓറിങ് മാറണമെന്ന് പറഞ്ഞാൽ വണ്ടി കടി ചേർണം. ചൂടായിട്ടിരിക്കുമ്പോഴായിരിക്കും ഓയിൽ പോകുന്നത്. നമ്മൾ വണ്ടിക്കടി കയറി ഇങ്ങനെ സ്ഥിരം കണ്ടിന്യൂസ് നല്ലപോലെ പണിതുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഓയിൽ ലീക്കാവും. പിന്നെ അതിൻ്റെ അടിയിൽ കയറി ഓറിങ് മാറണം. മാറിക്കഴിഞ്ഞ് നമ്മൾ കുറച്ചു നേരം പണിയും വീണ്ടും ഇതല്ലേ കിട്ടും. അത് കമ്പനി ഭാഗത്താണുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ കറക്റ്റ് സീറ്റിങ്, ഓറിങ്ങും പോകത്തില്ല, മറ്റേ കരടും മറ്റേ സംഭവങ്ങളൊന്നും അത് കാണത്തുമില്ല. ലോങ് ലാസ്റ്റിങ്ങും ഉണ്ട്. കിളച്ചിട്ടും അങ്ങോട്ട് തീരുന്നില്ല. ഇനിയായിട്ട് കുറച്ച് പാടേ ഉള്ളു തീർക്കാൻ. പൊടിയാ, നല്ല അന്യ പൊടിയാ. കിളക്കുമ്പോ നല്ല ചട്ടക്കാ പൊടി ഇങ്ങോട്ട് കാലത്ത് സംഭവം. പറമ്പിലൊക്കെയാണ് ഇതിന്റെ അപ്പുറമായിരിക്കും. വെയിലടിക്കുമ്പോഴത്തേക്ക് പൊടിയുടെ ഭംഗി കൂടുക. ഗ്ലാസ് തുറന്നിട്ട് പടുത്താല് ഇതിന്റെ ഭംഗിയുടെ അതോ അറിയാൻ പറ്റും കേട്ടോ. ഇപ്പൊ ഗ്ലാസ് അടച്ചിട്ടേക്കുന്നോണ്ടായിരുന്നു ഭംഗിയായിട്ടൊക്കെ തോന്നുന്നത്. അല്ല പറഞ്ഞാനിപ്പോ ഭംഗിയുണ്ടോ ഇല്ലയോ. 2 മണിക്കൂറോട് തീരുമെന്ന് ഓർത്തേ. 2 മണിക്കൂറോട് തീരുമാനിക്കും. ഇവിടെ നേരത്തെ ഒരു വീടുണ്ടായിരുന്ന, അപ്പൊ ആ വീടിന്റെ അവശിഷ്ടങ്ങളൊക്കെ പൊങ്ങി വരുന്നുണ്ട് കളിക്കുമ്പോ. അത് കംപ്ലീറ്റ് എടുത്ത് മാറ്റിയില്ലെന്ന് തോന്നുന്നു. നീ തൂമ്പാക്കി കളിക്കുമ്പോഴായിരിക്കും അതിന് കല്ലേ പോയി തട്ടുന്നത്. വീട് വെച്ചോടുത്ത് പിന്നെ കിളത്തെന്തെങ്കിലും ഒപ്പിക്കാന്ന് വെച്ചാൽ ഭയങ്കര പാടാട്ടോ. ഇതിന്റെ വേസ്റ്റ് ഒഴിവാണെങ്കിൽ എത്ര വർഷം കിടന്നാലും പിന്നെ പൊങ്ങി വരും. ഇപ്പൊ വീട് പൊളിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ വീട് പോയ അല്ല വലിയ പാടാ. അല്ല കറക്റ്റായിട്ട് അന്നേരം തന്നെ സാധനം എടുത്ത് മാറ്റി കളഞ്ഞാൽ കുഴപ്പമില്ല. അവിടെ എവിടെയും വേസ്റ്റ് കിടക്കുന്നുണ്ട്, കിളയ്ക്കുമ്പോൾ അത് പൊങ്ങി വരും. എന്തെങ്കിലും നടാൻ വേണ്ടി നോക്കുമ്പോഴായിരിക്കും കട്ടാൻ കല്ലും അവിടെ കിടക്കുന്നത്.
ഈ കളയുടെ കഴിഞ്ഞ് ഇനി ഉള്ള വേഷമില്ലാണ്ട് പെറുക്കി കളയുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം തൊട്ട് കുഴപ്പമില്ല. എല്ലാവരും നോക്കി ചെയ്യണം. പൊടിയുടെ ആറാട്ടാട്ടോ. എന്നാ പൊടിയാ? പൊടി തന്നെ വരുന്നല്ല, ഞാൻ പറപ്പിക്കുന്ന കേട്ടോ. കിളയുടെ വെടി ഒത്തിരി ആയി. നമുക്ക് വരുന്ന കണക്കിന്റെ അല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ കിളയാണ് ഇപ്പൊ കൂടുതൽ വരുന്നത്. അതുകൊണ്ടാണ് ഈ കിളയുടെ വീഡിയോ മാത്രം ഇടുന്നത്. നിങ്ങൾ വിചാരിക്കില്ല കേട്ടോ ഇതെന്നെ എങ്ങനെയാണ്. കിളയ്ക്ക് വ്യത്യാസം സൈറ്റ് വ്യത്യാസം ഉണ്ടല്ലോ. സൈറ്റ് ഓരോ മാറി മാറിയല്ലേ വരുന്നത്. വെറൈറ്റി 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 സൈറ്റല്ലേ വരുന്നത്. പണിക്ക് മാത്രം വ്യത്യാസം ഇല്ലെന്നല്ലേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഞാൻ ഷോർട്ട് വീഡിയോസ് എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട് കേട്ടോ. താല്പര്യമുള്ളവരെന്ന് കയറി കണ്ട നോക്കുക. അതിനകത്ത് അത്യാവശ്യം ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അതിലിപ്പം കണ്ടന്റിന് വ്യത്യാസമൊന്നുമില്ല, ഡയലോഗ് വ്യത്യാസം വരും. രണ്ടും ഒരുപോലെ പറഞ്ഞു കേട്ടിട്ടില്ല എന്ന് ഓർത്തോട്ടാ. സൈറ്റെല്ലാം ഒന്ന് തന്നെ. വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും അതിനകത്ത്. സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പറയത്തുള്ളൂ. ഒരു ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയൊന്നുമില്ല. കാണുന്നവരൊക്കെ ഓരോക്കും വെറുതെ പറയുന്നതായിരിക്കും. ഇതിനകത്തുള്ള കാര്യം മാത്രമേ പറയത്തുള്ളൂ. യൂട്യൂബില് നമ്മൾ അന്നന്ന് നടക്കുന്ന സൈറ്റിലെ കാര്യങ്ങളാണ്, നമ്മൾ ചെയ്യുന്ന വർക്കുമാണ് കാണിക്കുന്നത്. അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ മറ്റേ കുത്തേട്ട വ്ളോഗിന്റെ വണ്ടി ഉണ്ടായിരുന്നു, കാരവൻ തൊടുപുഴ വെച്ച്. ഞാൻ കയറി സംസാരിക്കുകയൊക്കെ ചെയ്തു. പുള്ളി അവരേ ഇല്ലായിരുന്നു, ആ പുള്ളിയുടെ അനിയനായിരുന്നു. വർത്താനമൊക്കെ പറഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്തിട്ടാ പോയത്. കുത്തേട്ട് ട്രാവൽ വ്ളോഗ് എന്ന് പറഞ്ഞ 12 കിലോ വണ്ടിയില് ഇന്ത്യ മൊത്തം ചുറ്റിക്കറങ്ങി വീഡിയോ ചെയ്യുന്നൊരു ചാനലുണ്ടല്ലോ. അത് വലിയ ചാനല. അവരുടെ വണ്ടി തൊഴിൽ വന്നപ്പോ ഞാൻ പോയി കണ്ടായിരുന്നു. പോയായിരുന്നു. യാദൃശ്യമായിട്ട് കണ്ടോ. ഇവിടുത്തെ ഇപ്പൊ കലാശക്കോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പണി തീരാറായി. ഇനി ഒരു 10 മിനിറ്റത്തെ പണിയുടെ കാണുന്നുള്ളൂ. കട്ട എല്ലാം പൊട്ടിച്ച് ലെവൽ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ചെറിയൊരു താമസം വന്നു. വെള്ളം കണ്ടിട്ട് വർഷങ്ങളായെന്ന് തോന്നി. ഇത് കിളച്ചിട്ട് 12 വർഷം കഴിഞ്ഞ് എങ്ങാണ്ടായെന്നാണ്. വേറെ നല്ലപോലെ ഉറച്ചു പോയി കാലം. ഇനി കുഴപ്പമില്ല. ഇനി 2 കൊല്ലം കൂടുമ്പോ 3 കൊല്ലം കൂടുമ്പോ ഒന്ന് കിളച്ചാൽ മതി. ഇപ്പൊ ഇങ്ങനെ കിടന്നിട്ട് 12 വർഷമായെന്ന് പറയുമ്പോ അതുപോലെ ആയിപ്പോയി സ്ഥലം. അതുപോലെ ഉറച്ചു പോയി. ഗ്രൗണ്ടൊക്കെ ഉറച്ചു കിടക്കുന്നല്ലോ. ഉറച്ചു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതെനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഇപ്പോഴത്തെ താല്പര്യമുള്ളവര് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനകത്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഒന്നും അറിയണ്ട, നേരെ ഫോണിലേക്ക് സംഭവം വരും. ഞാൻ വെറുതെ ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മാത്രം മതി. നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ എത്തും. ഇതും പരിപാടിയല്ലേ, ഒറ്റ ക്ലിക്ക് മതി. രാവിലെ ഫുഡ് കഴിക്കാൻ വന്നിട്ട് പായം പൊളിച്ച് നോക്കി ഒന്നും കിട്ടിയില്ല തോന്നുന്നു. നേരെ താഴെ കണ്ട വിട്ടോ, നേരെ കണ്ടത്തിലോട്ട് വിട്ടു. ഞാൻ പോവാം.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.